കേരളത്തിലെ ഹൈവേയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് രണ്ട് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന പേരാണ് സിൽവാൻ. ആളുകൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, യാതൊരു സംശയവുമില്ല. കേരളത്തിലെ ഏറ്റവും നല്ല ബിൽഡിംഗ് മെറ്റീരിയൽ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ലീഡിംഗ് ഡിസ്ട്രിബ്യൂട്ടറാണ് സിൽവാൻ. ലൈറ്റുകളുടെ, ടൈൽസുകളുടെ, സാനിറ്ററി വെയർസിൻ്റെ വേറെ ആർക്കും അനുകരിക്കാൻ പറ്റാത്ത രൂപത്തിൽ വളർന്നു കഴിഞ്ഞിട്ടുള്ള ഏറ്റവും നല്ലൊരു സ്ഥാപനമാണ് സിൽവാൻ. അതെ, റിയലി ഹാപ്പി ടു ഇൻട്രൊഡ്യൂസ് ടുഡേസ് ബെസ്റ്റ് സെല്ലർ സിൽവാൻ മുസ്തഫ. കേരളത്തിലെ ഒരു ലീഡിംഗ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ഗ്രൂപ്പാണ് സിൽവാൻ. ഈ സിൽവന്റെ ഒരു തുടക്കത്തെക്കുറിച്ച്. സിൽവാൻ എന്ന ഈ ബ്രാൻഡ് അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചുണ്ടാക്കിയ ബ്രാൻഡൊന്നുമല്ല. നമ്മൾ സ്ഥാപനം തുടങ്ങേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ ഗത്യന്തരമില്ലാതെ നമുക്ക് പഞ്ചായത്ത് ലൈസൻസ് ഒക്കെ എടുക്കാൻ 10-15,000 രൂപ കയ്യിലില്ലാതിരുന്നപ്പോൾ സിൽവാൻ ഫാഷൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരൻ തുടങ്ങിയൊരു ബ്രാൻഡ് ഉണ്ടായിരുന്നു. അത് പൂട്ടിയിരുന്നു. അപ്പോൾ ആ പഞ്ചായത്ത് ലൈസൻസ് തുടങ്ങാൻ വേണ്ടി സിൽവാൻ സെറാമിക്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് സിൽവാൻ തുടങ്ങുന്നത്. പക്ഷേ സിൽവാനിലൊരു വി ഉള്ളതുപോലെ വിക്ടറി ആയിരുന്നു ആ പേര്. എൻ്റെ കൂട്ടുകാരൻ എനിക്ക് സമ്മാനിച്ച ആ പേര് ഭയങ്കര വിക്ടറി ആയിരുന്നു. സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കുന്നതും എപ്പോഴും ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് വിചാരിക്കുന്നവരാണ് ബിസിനസ്സുകാരിൽ പലരും. പക്ഷെ സിൽവാനിൽ സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കുന്നത് സാറ് അതെങ്ങനെയാണ് സാർ അതിനെ കാണുന്നത്? സ്റ്റാഫുകൾക്ക് വേണ്ടത് എപ്പോഴും ട്രെയിനിങ് വേണം, ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ വേണം. അല്ലാതെ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ് അല്ല സ്റ്റാഫുകൾക്ക് കൊടുക്കേണ്ടത്, ട്രെയിനാണ് കൊടുക്കേണ്ടത്. ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ ബിസിനസ്സിൽ വരുന്ന കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവും. എപ്പോഴും ഒരു മനുഷ്യൻ ട്രെയിൻഡ് ആയിട്ടല്ല ജനിക്കുന്നത്. ആ മേഖലയിൽ ഇതുപോലെ ഷഫീഖ് സാറെ പോലെ നിങ്ങളെ പോലത്തെ ഒരുപാട് ആളുകൾ ട്രെയിനിങ്ങിൽ വരുന്നതുകൊണ്ടാണ് സ്റ്റാഫുകൾ മോൾഡ് ചെയ്തെടുക്കുന്നത്. അങ്ങനെയുള്ള സ്റ്റാഫുകൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഒരു കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആകുന്നത്. അപ്പം നമ്മൾ അതൊരിക്കലും ഇതല്ല, എക്സ്പെൻസ് അല്ല, അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമ്മളെ സ്റ്റാഫിനെ നല്ല രീതിയിൽ സെറ്റാക്കിയാൽ മാത്രമേ നമ്മളെ കസ്റ്റമർ ഹാപ്പി ആയിട്ട് പോകുള്ളൂ. അപ്പോൾ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉള്ളതാണ് സിൽവാൻ്റെ ഏറ്റവും വലിയ വിജയം. അത് ഞാനൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് കാണുന്നത്, ഒരു ക്വാളിറ്റി ആയിട്ടാണ് കാണുന്നത്, ഒരിക്കലും എക്സ്പെൻസ് അല്ല. എല്ലാ ബിസിനസ്സിലും അങ്ങനെയാണ് ചെയ്യേണ്ടത്. ട്രെയിൻഡ് ആയിട്ടുള്ള, എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളെ സർവീസ് ചെയ്യാൻ നിലനിർത്തി കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ ബ്രാൻഡിൻ്റെ വില നിലനിൽക്കുള്ളൂ, അതിന് ഗുണം കസ്റ്റമറിന് ഉപയോഗിക്കാൻ സാധിക്കും. നാഷണൽ ഹൈവേയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് പലപ്പോഴും വലിയ വലിയ ബിൽഡിങ്ങുകളുടെ മുകളിൽ സിൽവാൻ എന്ന പേര് കാണാറുണ്ട്. അതുപോലെ തന്നെ പല വാഹനങ്ങളിലും സിൽവാൻ എന്ന ലേബൽ കണ്ടിട്ടുണ്ട്. സിൽവാൻ്റെ ഈ വിജയയാത്രയിൽ എവിടെയെങ്കിലും വെച്ച് ഒരു ഫെയിലിയർ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ആ പരാജയങ്ങൾ എങ്ങനെയാണ് തരണം ചെയ്ത് ഇന്നത്തെ ഈ ഒരു വിജയത്തിലേക്ക് എത്തിയിട്ടുള്ളത്? വിജയത്തിന്റെ കഥ പറയുമ്പോൾ എല്ലാവരും വിജയത്തിന്റെ കഥ മാത്രമേ പറയുള്ളൂ. ഒരുപാട് കഷ്ടപ്പാടൊന്നും ഉണ്ടാക്കിയ ഒരു ക്രീം മാത്രമേ വിജയം. ഞാൻ ഉദാഹരണം പറയാം, ഒരുപാട് മാസങ്ങൾ ഷൂട്ട് ചെയ്തൊരു ഫിലിമാണ് നമ്മൾ 2 മണിക്കൂർ കൊണ്ട് ഇന്നിട്ട് വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ ഒരു ബിസിനസ്സിൻ്റെ വിജയം മാത്രമേ നമ്മൾ വിലയിരുത്തുന്നത്. അതിൻ്റെ ബാക്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ടാവും, ഒരുപാട് പരാജയം ഉണ്ടാവും, ഒരുപാട് പാളിച്ചകൾ ഉണ്ടാവും. ഞാൻ പല ക്ലാസ്സുകളിലും എൻ്റെ ചാനലിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് പരാജയങ്ങളുടെ കഥ. പരാജയപ്പെട്ടവർക്ക് മാത്രമേ വിജയത്തിൻ്റെ കഥ പറയാനുള്ള അവകാശമുള്ളൂ. എന്നെ സംബന്ധിച്ച് ഒത്തിരി പരാജയങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത്, നമ്മൾ ഫോക്കസ് അല്ലാത്ത മേഖലയിൽ നമ്മൾ അറിയാതെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടുപോകാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത ബിസിനസ്സിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോഴും പെടാറുണ്ട്. ഒന്ന് വെൽ സ്റ്റഡി ആയിരിക്കണം, ട്രെയിൻഡ് ആയിരിക്കണം, അവൻ്റെ ഫീസിബിലിറ്റി ഒക്കെ പഠിച്ചിട്ട് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഞാൻ പെട്ടിട്ടുള്ള കയ്യിലെന്നെ തീരാത്ത ഒരുപാട് പ്രശ്നങ്ങൾ, പരാജയപ്പെട്ട സംഭവങ്ങളുണ്ട്. അതിപ്പോൾ ഞാനിവിടെ പറയുകയാണെങ്കിൽ തീരില്ല. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, പരാജയങ്ങളും കഠിനവും കണ്ണീരും ഒക്കെ പറയുന്ന കഥകളൊക്കെ പറഞ്ഞതിന് ശേഷം മാത്രമേ ഒരു സക്സസ് പറയാനുള്ളൂ. ഇപ്പോൾ നിങ്ങൾ റോട്ടിലൂടെ പോകുമ്പോൾ പല നല്ല ബിൽഡിങ്ങിന് മുകളിൽ സിൽവാൻ എന്ന് പറഞ്ഞ ബ്രാൻഡ് കാണാം. നല്ല നല്ല ബിൽഡിങ്ങിൽ എല്ലാ നാഷണൽ ഹൈവേയിലും. അതുപോലെ റോട്ടിൽ ഇറങ്ങിയാൽ 50-ൽ പരം ലോറികളിൽ സിൽവാൻ എഴുതിയിട്ട് നമ്മളെ ലോഡ് ചെയ്തിട്ട് പോകുന്നത് കാണാം. അതിൻ്റെ മുന്നിലും ബാക്കിലൊക്കെ ഒരുപാട് കഥകൾ പറയാനുണ്ട്. സക്സസ്സിലേക്ക് വരുമ്പോൾ ഒരുപാട് പരാജയത്തിൻ്റെയും കഠിനത്തിൻ്റെയും കഥകളൊക്കെ പറയാനുണ്ട്. ഒരു കോർപ്പറേറ്റ് ട്രെയിനർ എന്നുള്ള നിലയിൽ ഒരുപാട് സ്റ്റാഫിന് ട്രെയിനിങ് കൊടുത്ത ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് അറിയാൻ പറ്റുന്നൊരു കാര്യം, നാട്ടിൽ സ്റ്റാഫിന് കിട്ടുക എന്ന് പറയുന്നതും അവരുടെ മെയിൻ്റനൻസും വലിയ പണിയാണ്. അപ്പോൾ സിൽവാനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 18 വർഷമായി ഏകദേശം 700ഓളം സ്റ്റാഫിനെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങളും മാനേജ്മെൻറ്റും തമ്മിൽ നല്ലൊരു ബോണ്ടിങ് നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയാണിത് സാധിക്കുന്നതെന്ന് ഒന്ന് പറയാമോ? ഷഫീഖ് സാറേ, നിങ്ങളെപ്പോലത്തെ ഒരുപാട് ആളുകൾ ട്രെയിനിങ് തരുന്നുണ്ട്, ഒരുപാട് സ്റ്റാഫുകൾ തരും. പക്ഷെ അത് നിലനിർത്തുക എന്നുള്ളത് ഒരു സ്ഥാപനത്തെ വെച്ച് വലിയ കടമ്പയാണ്. ഇത് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് വിസ, പാസ്പോർട്ടൊന്നും ഇല്ലാത്തതാണ്. അവർക്ക് താല്പര്യം എപ്പോഴും മാറാം. സിൽവാനിൽ സ്റ്റാർട്ടിങ്ങിലുള്ള ആളുകൾ 18 വർഷമായിട്ട് ഇപ്പോൾ നമ്മളെ കൂടെ ഉണ്ട്. അതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ സ്റ്റാഫായിട്ട് കാണുന്ന പകരം അവരെ ഫാമിലി മെമ്പേഴ്സായിട്ട് കാണും. അവരെ ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ പ്രശ്നങ്ങളായിട്ട് കാണും. ഇന്ന് വരെ സിൽവാൻ്റെ ഒരു സ്റ്റാഫും അതിൻ്റെ വീട്ടിൽ അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ ഹോസ്പിറ്റൽ കേസോ ഭാര്യ പ്രസവിക്കുകയോ എന്തെങ്കിലും വന്നിട്ട് ഒരാളെ മുന്നിൽ കൈ നീട്ടില്ല. കാരണം അവരെ വെൽഫെയറിന് വേണ്ടി മാത്രം സിൽവാൻ നടത്തുന്ന ഒരു ചാരിറ്റി ഉണ്ട്, സിൽവാൻ സ്റ്റാഫിന് വേണ്ടി മാത്രം നടത്തുന്നത്. അവരിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് വാങ്ങുകയും വലിയൊരു എമൗണ്ട് സിൽവാൻ ഇട്ടുകയും ചെയ്തിട്ടുള്ള വലിയ പലിശരഹിത ലോണുള്ള സിൽവാൻ ചാരിറ്റി ഉണ്ട്. അതിൻ്റെ ചെയർമാൻ സെക്രട്ടറിക്ക് അവർ തന്നെയാണ്. അവർ സെലക്ട് ചെയ്തിട്ട് 100-300ഓളം കുടുംബങ്ങൾ ഇപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്തു. വീട് ജപ്തിക്ക് പോകുന്ന കുടുംബം വരെ, സിൽവാനിലെ കുടുംബം വരെ അത് ഉപയോഗിച്ചു. അവരുടെ പ്രശ്നങ്ങളെ
ചേർത്ത് നിർത്തുന്ന ആളെ വിട്ടിട്ട് പിന്നെ എവിടെ പോകാനാണ്? സാധാരണ ഒരു സ്റ്റാഫായിട്ട് ഒരു മെഷീനായിട്ട് അവരെ കാണുകയാണെങ്കിൽ അവരെന്നോ അവരുടെ അടുത്ത സ്ഥലം നോക്കി പോകും. ഇത് അവരുടേതാണ്, ഈ ബ്രാൻഡ്, ഇത് അവരുടെ സ്ഥാപനമാണ്. അവരുടെ എന്ത് പ്രശ്നങ്ങളും ഈ സ്ഥാപനം അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ അത് അവിടെ അവർ നിൽക്കും. വേറൊരു മാജിക്കില്ല. അവരും നമ്മൾ ഒന്നാണെന്നുള്ള ഒരൊറ്റ ധാരണ ഉണ്ടായാൽ മതി, മുന്നോട്ട് പോകാം. ഈ സിൽവാൻ എന്നുള്ള പേരിൻ്റെ കൂടെ മുസ്തഫ എന്നുള്ള പേരും കൂടെ ബ്രാൻഡ് ചെയ്യുന്നുണ്ട്. ഈ പേഴ്സണൽ ബ്രാൻഡിങ്ങും അതുപോലെ തന്നെ പ്രൊഫഷണൽ ബ്രാൻഡിങ്ങും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൻ്റെ അതിൻ്റെ ഒരു ഗുണം എന്താണ്? നമ്മൾ ഏതൊരു ബ്രാൻഡ് ചെയ്യുമ്പോൾ ഒരു ബ്രാൻഡിൻ്റെ ഗുണങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഒരാളുകൾക്ക് അതിൽ വിശ്വാസത്തിലെത്തണമെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾ ആ ബ്രാൻഡിൻ്റെ ഗുണം പറയണം. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഈ പേഴ്സണൽ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ സിൽവാൻ മുസ്തഫനെ സിൽവാൻ്റെ ഗുണങ്ങളെക്കുറിച്ചും അത് മുസ്തഫനെ പോയിട്ട് അത് കഴിഞ്ഞ കസ്റ്റമറെ കൂടെ വീട്ടിൽ പോയിട്ട് അവരുടെ അഭിപ്രായങ്ങൾ വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് ആ ബ്രാൻഡിന് വിശ്വസ്തത വരും. മാത്രമല്ല നമ്മൾ നിന്നിട്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ ഒരിക്കലും മോശമാക്കില്ല എന്നുള്ളൊരു വിശ്വസ്തത എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു വിജയം തന്നെയാണ് ഈ സെൽഫ് ബ്രാൻഡും അതുപോലെ പേഴ്സണൽ ബ്രാൻഡും അല്ലെങ്കിൽ ഈ പ്രൊഫഷണൽ ബ്രാൻഡും തമ്മിലുള്ള ഒരു രണ്ട് രീതിയിൽ കൊണ്ടുനടക്കാനുള്ള ഒരു ഇമോഷണൽ ലോക്ക് ഉണ്ട്. അതിന് ആ രീതിയിൽ കൊണ്ടുനടന്നാൽ മാത്രമേ ഇത് സക്സസ് ആവുള്ളൂ. വെറും പേഴ്സണൽ ബ്രാൻഡ് മാത്രമാണെങ്കിലും എവിടെയും സക്സസ് ആവില്ല, വെറും പ്രൊഫഷണൽ ബ്രാൻഡ് മാത്രമാണെങ്കിലും സക്സസ് ആവില്ല. ഇത് രണ്ടും കൂടെ കൊണ്ടു നടക്കേണ്ട ഒരു സംഭവമുണ്ട്, അതിലേ പറ്റുള്ളൂ. കാരണം ആ ഒരു ബ്രാൻഡിൻ്റെ ആൾ നിന്ന് ആ ബ്രാൻഡിനെ കുറിച്ച് പറയുകയും അയാൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ്. അതിലപ്പുറം വേറൊരു തെളിവ് വേണ്ട. താൽക്കാലികമായിട്ട് ഉത്സവപ്പറമ്പിലോ അല്ലെങ്കിൽ നമ്മളെ നേർച്ചപ്പറമ്പിലോ ഉണ്ടാക്കുന്ന പൊറാട്ട, ഉദാഹരണം പറഞ്ഞ പൊറോട്ട എടുക്കുന്നതും നാട്ടിൽ സ്ഥിരമായിട്ടുള്ള ഹോട്ടലിൽ കിട്ടുന്ന പൊറോട്ടയും തമ്മിൽ ഡിഫറൻറ്റ് ഉണ്ടാവും. ഇത് തൽക്കാലികം വരുന്ന ആളുകൾ കൊടുക്കുന്നതാണ്, മറ്റൊരു സ്ഥിരമായിട്ട് കൊടുക്കുന്നത്. അതുപോലെയാണ് ഈ പേഴ്സണൽ ബ്രാൻഡിൽ അയാൾ പറയുന്ന അയാളെ ബ്രാൻഡിനെ കുറിച്ചാണ്. ഒരിക്കലും അയാൾ ആ ബ്രാൻഡിനെ കുറിച്ച് അതല്ലാത്തത് പറയൂല. അപ്പോൾ ധൈര്യമായിട്ട് ബിസിനസ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പേഴ്സണൽ ബ്രാൻഡ് വിത്ത് പ്രൊഫഷണൽ ബ്രാൻഡ് മിക്സ് ചെയ്ത് കൊണ്ടുപോയതായിരിക്കും നല്ലത്.